തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് വിമാനം മാറിക്കയറിയ അവസരത്തിൽ ഉയർന്നൊരു ചോദ്യമാണ് ആരാണ് നതാലി ഹാർപ്പ് എന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം യാത്ര ചെയ്യാൻ മാത്രം അവർക്കുള്ള പ്രാധാന്യം എന്താണെന്നാണ് എല്ലാവരും ചോദിച്ചത്. ജോർജിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റർ ജോൺ ഒസോഫ് ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്. കഴിഞ്ഞ മാസം നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് സുരക്ഷാ ഭീഷണിക്ക് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വൺ വിമാനം മാറിക്കയറിയത്. ഇത് വലിയൊരു വാർത്തയായി മാറിയിരുന്നു. ഈ മാറിക്കയറൽ വേളയിൽ ട്രംപിനൊപ്പം ഉണ്ടായിരുന്ന ചെറിയ ആ സംഘത്തിൽ നതാലിയും ഉണ്ടായിരുന്നു. ഇതാണ് ജോൺ ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായ നതാലിക്ക് എങ്ങനെയാണ് ഇത്തരമൊരു അടിയന്തര സുരക്ഷാ നടപടിക്രമത്തിനിടയിൽ പ്രസിഡന്റിനെ അനുഗമിക്കാൻ അനുമതി ലഭിച്ച ചെറിയ സംഘത്തിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം. നതാലിക്ക് ട്രംപുമായുള്ള അസാധാരണമായ അടുപ്പത്തെക്കുറിച്ചും ഇവരുടെ ബന്ധത്തെക്കുറിച്ചും അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഇടയിലാണ് ജോണിന്റെ ഈ വിമർശനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത അനുയായികളുടെ കൂട്ടത്തിലേക്ക് നതാലിയുടെ കടന്നുവരവ് പലവിധ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. നതാലിയുമായി അകൽച്ചയിലുള്ള അവരുടെ സഹോദരൻ പ്രസ്റ്റൺ ഹാർപ്പ് ട്രംപും നതാലിയും തമ്മിലുള്ള ബന്ധത്തെ ഏറെ അനാരോഗ്യകരം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2019 നതാലി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നെങ്കിലും അതിനു മുന്നേ തന്നെ രാഷ്ട്രീയത്തിന് പുറത്ത് ശക്തമായ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. കാലിഫോർണിയ സ്വദേശിനിയായ ഇവർ പോയൻ ലോമ നസ്രന സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടുകയും ലിബർട്ടി സർവകലാശാലയിൽ നിന്ന് MBA കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ അനുചര സംഘത്തിന്റെ ഭാഗമാകുന്നതിന് മുന്നേ സംരംഭക മേഖലയിലായിരുന്നു നതാലിയുടെ പ്രവർത്തനം. 2015 ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതോടെ US ഹെൽത്ത് കെയർ മേഖലയുടെ കടുത്ത വിമർശക കൂടിയായി മാറിയിരുന്നു നതാലി ഹാർപ്പ്. 2019 ജൂണിൽ ഫോക്സ് ആൻഡ് ഫ്രണ്ട്സിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് നതാലിയുടെ രാഷ്ട്രീയ പൊതുജീവിതം മാറിമറിയുന്നത്. ട്രംപിന്റെ റൈറ്റ് ടു ട്രൈ നിയമം സെക്കൻഡ് സ്റ്റേജ് ബോൺ ക്യാൻസർ പോരാട്ടത്തിന് സഹായകമായെന്ന അവരുടെ വെളിപ്പെടുത്തൽ ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധത്തിലേക്കുള്ള നതാലിയുടെ കടന്നുവരവിന് കാരണമായി മാറിയത്. തുടർന്ന് അടുത്ത വർഷം റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ സംസാരിക്കാനായി നതാലിയെ ട്രംപ് ക്ഷണിക്കുകയായിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ ഹെൽത്ത് കെയർ സംവിധാനത്തിന്റെയും പങ്കിനെക്കുറിച്ച് ആ വേദിയിൽ അവർ സംസാരിച്ച് കയ്യടി നേടുകയും ചെയ്തു. ക്രമേണ നതാലി ട്രംപിന്റെ രാഷ്ട്രീയ വൃത്തത്തിന്റെ ഭാഗമായി മാറി. ഡൊണാൾഡ് ട്രംപിന്റെ സാമൂഹിക മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നതാലിക്ക് സുപ്രധാനമായ പങ്കുണ്ടെന്നാണ് വിവരം. ഇറാൻ ആക്രമണ സാധ്യത മുൻനിർത്തിയാണ് തുർക്കിയിലെ നാറ്റോ ഉച്ചകോടി എന്നുള്ള മടക്കയാത്രയ്ക്കിടെ എയർഫോഴ്സ് വൺ വിമാനത്തിൽ നിന്ന് ഒരു ചെറിയ വിമാനത്തിലേക്ക് ട്രംപിനെ മാറ്റിയത്. നതാലി ഹാർപ്പ്, വാൾട്ട് നൗട്ട, ഡാൻ സ്കാവിനോ എന്നിവർ മാത്രമാണ് ട്രംപിനൊപ്പം അന്ന് പോകാൻ അനുമതി ലഭിച്ചിരുന്നത്. മറ്റ് ജീവനക്കാരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും എയർഫോഴ്സ് വണ്ണിൽ തുടരുമ്പോൾ ഇവരെ മാത്രം ട്രംപിനൊപ്പം മാറ്റിയത് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിൽ വാൾട്ടും സ്കാവിനോയും ദീർഘകാലമായി ട്രംപിനൊപ്പം ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല. എന്നാൽ ആ കൂട്ടത്തിൽ നതാലിയും വന്നതാണ് ഈ ചർച്ചകൾക്ക് കാരണമായത്.